ഹലോ എല്ലാവർക്കും ബസ്മിര ട്രാക്ക് ഹിന്ദി സ്കൂൾ ഓഫ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പാഠം എന്താണെന്ന് പറഞ്ഞാൽ ബയോസ്റ്റാറ്റിസ്റ്റിക്കിലെ കാൽപിയേഴ്സൻ്റ് ഓഫ് കോറിലേഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പ്രോബ്ലം ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആർ ഇസ് ഇക്വൽ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ റൂട്ട് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഇതേമാതിരി ബുക്കിൽ സ്കെച്ച് കൊണ്ടൊക്കെ എഴുതി വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നമുക്ക് കാൽക്കുലേറ്റ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന എക്സ് വാല്യൂ സീരീസ് എക്സ് സീരീസ് വൈ തന്നിട്ടുണ്ട്. അതിനകത്ത് എക്സ് വൈയും വൈ വാല്യൂയും ഇങ്ങനെ എഴുതി കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ നിന്ന് നോക്കുക, ഇക്വേഷനിൽ നോക്കുക. ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് എക്സ് വൈ ആവശ്യമുണ്ട്, എക്സ് സ്ക്വയർ ആവശ്യമുണ്ട്, അതേമാതിരി തന്നെ വൈ സ്ക്വയറും ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വൈ സ്ക്വയർ കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് എന്താ വേണ്ടത്, എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം, എക്സ് വൈയും വേണം. ഓക്കെ, ഫസ്റ്റ് തന്നെ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പോൾ ടു സ്ക്വയർ എന്താണ് 4 ആണ്. 3 സ്ക്വയർ എന്താണ് 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25. അങ്ങനെ ചെയ്യാം. ഓക്കെ, 36, 49, 64. ഓക്കെ, അതേപോലെ തന്നെ സെയിം മെത്തേഡ് വൈ സ്ക്വയറും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 12 സ്ക്വയർ 144, 9 സ്ക്വയർ 81, 5 സ്ക്വയർ 25, 4 സ്ക്വയർ 60. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് എക്സ് വൈ ആണ്. എക്സ് വൈ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സും വൈയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 2 × 4 എത്രയാണ് 8 ആണ്. 3 × 5 15, 4 × 6 എത്രയാണ് 24, 5 × 12 16. പിന്നെ ഇങ്ങനെ എല്ലാവരും ചെയ്യാം. ഓക്കെ, ഇതേമാതിരി ജസ്റ്റ് എക്സും വൈയും ഇൻറ്റു ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് വൈ കിട്ടും. നമുക്കിതിൻ്റെ എല്ലാത്തിനും ടോട്ടൽ വേണം, എന്നാലാണ് പ്രോബ്ലത്തിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ കാണാം. ഓരോന്ന് ടോട്ടൽ കാണാമെന്ന് വെച്ചാൽ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാട്ടെ. ഇതിനൊക്കെ എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോ വാല്യൂ നമുക്കിങ്ങനെ കാൽക്കുലേറ്ററിൽ അടിച്ച് വയ്ക്കിയിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഇക്വേഷൻ വീണ്ടും എഴുതുന്നുണ്ട്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എക്സാമിനൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇക്വേഷൻ അതേമാതിരി ഓരോ വാല്യൂ എടുത്ത് അവിടെ എഴുതി കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സ്റ്റെപ്പ് മാർക്ക്, ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് കിട്ടിയ ആൻസർ തെറ്റിയാലും നമുക്ക് സ്റ്റെപ്പ് മാർക്കിനായിട്ട് മാർക്ക് ചിലപ്പോൾ ടീച്ചർക്ക് കിട്ടാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ട്, കിട്ടും. സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റത്തെ ആൻസർ തെറ്റിയാൽ നമുക്ക് സ്റ്റെപ്പ് മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, ഇക്വേഷൻ പിന്നെ എഴുതി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഇക്വേഷന് ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ n = എന്താ, ഓരോ വാല്യൂസ് എണ്ണി വെക്കാം. 7, n = 7 ആണ്. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്, ഓരോ വാല്യൂസിനെ നമുക്ക് വാല്യൂ ഓൾറെഡി അറിയാം, പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ഇക്വേഷനിലേക്ക് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ n = 7 ആണ് നമുക്കറിയാം. ഓക്കെ, എന്നിട്ട് സിഗ്മ എക്സ് വൈ എത്രയാണ്, എക്സ് വൈ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇല്ലേ, 228 ആണ്. ഓക്കെ, 228 ഇട്ട് കൊടുക്കാം. മൈനസ് സിഗ്മ എക്സ് എന്താണ്, സിഗ്മ എക്സ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 35. ഓക്കെ, ഇൻറ്റു സിഗ്മ വൈ എന്താണ് 45 ഡിവൈഡഡ് ബൈ റൂട്ട് n 7 ആണ് ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ് 203. ഓക്കെ, 203 ചെയ്താൽ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 35 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, മറ്റേതല്ല, എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എടുത്ത് എഴുതരുത്, 35 ഹോൾ സ്ക്വയർ എഴുതാം. ഓക്കെ, എക്സ് സ്ക്വയർ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, എക്സ് ഹോൾ സ്ക്വയർ ആണ്. ഇനി 7 ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ എത്രയാണ്, നമ്മളവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 343 ആണ്. 343 ഇട്ട് കൊടുക്കാം.
മൈനസ് ഹോൾ സ്ക്വയർ വൈ ഹോൾ സ്ക്വയർ 45 ഹോൾ സ്ക്വയർ ചെയ്താൽ ഇത് ഓരോ വാല്യൂസ് നമ്മൾ ചെയ്യണം. ഓക്കെ, ഞാനിത് സ്റ്റെപ്പ് വൈസ് കാൽക്കുലേറ്ററിൽ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് ആരെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കാൽക്കുലേറ്റർ ഞാൻ നിങ്ങൾ കാണണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 1596 ആണ്. ഓക്കെ, അപ്പോൾ അതിട്ട് കൊടുക്കാം. മൈനസ് 35 × 45 ആണ് നമുക്ക് ഇനി അടുത്തത് അറിയേണ്ടത്. അത് നോക്കുമ്പോൾ 1575 ഡിവൈഡഡ് ബൈ ഇതുപോലെ ഓരോ വാല്യൂസും ചെയ്ത് കൊടുക്കാം. ഡിവൈഡ് ബൈ 7 × 203 ചെയ്യുക. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതേ മൈനസ് 35 ഹോൾ സ്ക്വയർ. 35 ഹോൾ സ്ക്വയർ ചെയ്യാൻ അറിയാലോ. 35 പിന്നെ ആ ഏരോ മാർക്ക് മുകളിൽ കാണുന്നത് പ്രസ് ചെയ്തിട്ട് 2 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് റൂട്ട് 7 × 343 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ അവിടേത്. പിന്നെ നമുക്ക് 45 ഹോൾ സ്ക്വയർ ആണ് 2025. ഇനി ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇതേമാതിരി ഈ 1596 മൈനസ് 1575 ചെയ്യുമ്പോൾ 21 കിട്ടി. അതേമാതിരി തന്നെ അടിയിലുള്ള റൂട്ടും നമുക്ക് ചെയ്യണം. ഓക്കെ, റൂട്ട് 196 × റൂട്ട് 376 ഡിവൈഡ് ബൈ ഓക്കെ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് 21 ഡിവൈഡ് ബൈ അത് ആ വാല്യൂസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഈ പ്രോബ്ലം ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എഴുതാം കോറിലേഷൻ ലൈസ് ബിറ്റ്വീൻ -1 to +1 ആണ് ആൻസർ. നമുക്ക് നോക്കിയിട്ട് വേണം ഇത് എഴുതാൻ. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ഒരു പ്രോബ്ലം കൂടി കാണിച്ചു തരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും ഒരു പ്രോബ്ലം കൂടിയും ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സും വൈയും ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എക്സ് സ്ക്വയർ വേണം, വൈ സ്ക്വയർ വേണം, പിന്നെ എന്താ വേണ്ടത്, എക്സ് വൈയും വേണം അല്ലേ. എക്സ് വൈയും വൈ സ്ക്വയറും എക്സ് സ്ക്വയറും വേണം. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ് സ്ക്വയർ കണ്ടിട്ടുണ്ട്. ഇനി ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ n = 10 ആണ്. ഓക്കെ, n = 10 എഴുതിയിട്ടുണ്ട്. ഇനി ആറിൽ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. n = 10 ആണ്. ഇനി എക്സ് വൈ എന്ന് പറയുമ്പോൾ 38715 മൈനസ് സിഗ്മ എക്സ് എന്താണ്, ആ വാല്യൂസ് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കണം. ഓക്കെ, 666 ആണ് സിഗ്മ എക്സ്. സിഗ്മ വൈ എന്ന് പറയുമ്പോൾ 577. ഓക്കെ, ഡിവൈഡഡ് ബൈ റൂട്ട് n = എത്ര 10 ആണ് ഇൻറ്റു സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ അതേതാ. ഇനി സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ വേണം. സിഗ്മ എക്സ് സ്ക്വയർ ആണ് നേരത്തെ എഴുതിയത് കേട്ടോ. സിഗ്മ എക്സ് സ്ക്വയർ ആണ് നേരത്തെ എഴുതിയത്. ഇപ്പോൾ ഹോൾ സ്ക്വയർ ചെയ്താൽ അത് കഴിഞ്ഞാൽ വൈൻ്റെയും അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഓരോ വാല്യൂസ് ഇതുപോലെ എഴുതാം. ഇനി നമുക്ക് കിട്ടുന്നത് റൂട്ട് 3544 ഇൻറ്റു റൂട്ട് 30541 ആണ്. അപ്പോൾ ഇനി അതിൻ്റെ വാല്യൂസ് ടോട്ടലായിട്ട് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ വാല്യൂസ് എടുത്ത് എഴുതി കാണിച്ചു തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഡൗട്ട് ആവുണ്ടല്ലോ. ഓക്കെ, ഓരോ വാല്യൂസ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ റൂട്ട് 3544 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, നമുക്ക് കാൽക്കുലേറ്ററിൽ നോക്കാം കേട്ടോ. റൂട്ട് 3544 ഓരോ വാല്യൂസ് എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ. ഓക്കെ, ഇനി നമുക്ക് റൂട്ട് 3041 കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ അറിയാത്തവർക്കും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കാം. 2868 ഡിവൈഡഡ് ബൈ ഇനി നമുക്കത് ടോട്ടൽ വാല്യൂ നോക്കാം. ഓക്കെ, അപ്പോൾ വാല്യൂസ് അത് നോക്കുമ്പോൾ കിട്ടും. അത് കഴിഞ്ഞാൽ ഈ ആൻസർ കഴിയും. ഇത്രേ ഉള്ളൂ. ഇത് നിയർ ടു 1 ആണ്. സിൻസ് ഇറ്റ് ഈസ് നിയർ 1 അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.